ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് പീസ് ഈസി കറിയാണ് കേട്ടോ. വൈറ്റ് പീസ് ഒരു രാത്രി ഫുൾ സോക്ക് ചെയ്യാൻ വെക്കുക, നന്നായി കഴുകി സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളവും ഉപയോഗിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുക. ഇത് കുറച്ച് വേവുണ്ടല്ലോ, ഒന്ന് വെന്ത് വരട്ടെ. അത് വെന്ത് വരണ മുമ്പ് നമുക്ക് മസാലകൾ എടുത്ത് വെക്കണം. നമ്മൾ എടുത്തു വെച്ച മസാല ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയിലയുടെ തണ്ട് നമുക്കിതിൽ ഉപയോഗിക്കണം. മല്ലിയില തണ്ട് നന്നായിട്ട് കഴുകി ഇതുപോലെ വെളുവിളാന്നിരിക്കും കേട്ടോ. അത് നമ്മൾ എല്ലാം കൂടി അരച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കുക കേട്ടോ. മല്ലിയിലയുടെ തണ്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണേ, നല്ല മണവും കിട്ടും. അരച്ച് വെച്ച കൂട്ട് ഒരു കടായിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസല്ല വൈറ്റ് പീസ്, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് മല്ലിയില തൂവി കൊടുക്കുക. അതുപോലെ മല്ലിയില തണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് തൂവി കൊടുക്കുക. എല്ലാം വളരെ ടേസ്റ്റിയാണ്. ഇത് ചപ്പാത്തിക്കും അതുപോലെ പൂരിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രീൻ പീസ് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് വേവിക്കുക. അതുപോലെ മല്ലിയിലയുടെ തണ്ട് കളയരുത്, അത് നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്, നല്ല ഗുണവുമാണ്. അടുത്ത വീട്ടിൽ കണ്ടവരെ ബൈ, താങ്ക് യു.